CPIഎമ്മിനെ കുറച്ചു കാലമായിട്ട് വലയ്ക്കുന്ന ഒന്നാണ് പ്രായപരിധി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രായപരിധി കഴിഞ്ഞു നിൽക്കുന്നു എന്നതാണ് കല്ലുകടി ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. പലപ്പോഴും പ്രതിപക്ഷം ഇത് ആയുധമാക്കാറുണ്ട്. CPIഎമ്മിന്റെ നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 21 പേരെ ഒഴിവാക്കിയപ്പോഴും പിണറായി നല്ല അസലായി രക്ഷപ്പെട്ടു. ഇതാ ദേശീയ തലത്തിലും പിണറായിക്ക് ഇളവ് കൊടുത്തിരിക്കുകയാണ്. പ്രത്യേക ക്ഷണിതാവെന്ന പട്ടമാണ് ചാർത്തി കൊടുത്തിരിക്കുന്നത്. CPIഎം പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കില്ല. അതേസമയം 75 വയസ്സ് കഴിഞ്ഞ് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലെ സ്ഥിരം ക്ഷണിതാവായേക്കും എന്ന റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ഈ പാർട്ടി നേതാവിന് മാത്രം നൽകുന്ന അകമഴിഞ്ഞ പരിഗണന ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ എന്നീ മുതിർന്ന നേതാക്കൾക്ക് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളാകും. PB അംഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വ്യക്തമാക്കിയത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകാൻ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ MV ഗോവിന്ദനായിരുന്നു ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ സ്ഥിരം അംഗമായി തുടരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പ്രായമാണ് ഘടകമെങ്കിലും ഗോവിന്ദൻ നൈസായിട്ട് പിണറായിയെ മൂലക്കിരുത്തിയെന്നും വേണമെങ്കിൽ പറയാം. CPIഎമ്മിന്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ PBയിലെ പ്രത്യേക ക്ഷണിതാവാക്കാൻ ആലോചിക്കുന്നതായിട്ട് മുതിർന്ന പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. പ്രായപരിധിയെ തുടർന്ന് PBയിൽ ഒഴിവാക്കുന്ന പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, സുഭാഷിണി അലി എന്നിവർ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളായി തുടർന്നേക്കും. മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിനെ മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവായിട്ട് CPM ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2008 കോയമ്പത്തൂരിൽ ചേർന്ന CPIഎമ്മിന്റെ 19ാം പാർട്ടി കോൺഗ്രസിലായിരുന്നു ജ്യോതി ബസുവിനെ PBയിലെ സ്ഥിരം ക്ഷണിതാവാക്കിയത്. അദ്ദേഹം 2010 മരിക്കുന്നതുവരെ PBയിലെ പ്രത്യേക ക്ഷണിതാവായിട്ട് തന്നെ തുടർന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൽ ജ്യോതി ബസുവിനെ PBയിലെ പ്രത്യേക ക്ഷണിതാവാക്കി നിയമിച്ചതുപോലെ മധുരയിൽ പിണറായി വിജയനെ പ്രത്യേക ക്ഷണിതാവാക്കി PBയിൽ നിലനിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്.